നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിങ്കളാഴ്ച 2 പ്രചാരണ യോഗങ്ങളിലാണ് കേരളത്തിൽ പ്രസംഗിച്ചത്. ഒന്ന് കുന്നംകുളത്തായിരുന്നു, രണ്ടാമത്തേത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ. അദ്ദേഹത്തിന്റെ പ്രസംഗം അത്ഭുതപ്പെടുത്തിയെന്നോ ഞെട്ടിച്ചെന്നോ എന്താണ് പറയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതിലെ ഒരു പഞ്ച് വേർഡാണ്. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 10 വർഷത്തെ BJPയുടെ ഭരണം അല്ലെങ്കിൽ NDAയുടെ ഭരണം വേറൊരു ട്രെയിലറായിരുന്നു. ഒറിജിനൽ റിയൽ സിനിമ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് തിരിച്ചും മറിച്ചും ആലോചിച്ചപ്പോഴാണ് ഞെട്ടൽ അനുഭവപ്പെടുന്നത്. അത്ഭുതമല്ലത്, വാസ്തവത്തിൽ ഞെട്ടൽ തന്നെയാണ്. അപ്പൊ ഈ പ്രസംഗം കേട്ടപ്പോ ഈ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കി. ഈ ട്രെയിലറിന്റെ ആദ്യ ഷോട്ടുകളിൽ തന്നെ നമ്മുടെ നോട്ട് നിരോധമുണ്ട്, ഡിമോണിറ്റൈസേഷൻ. ഓർമ്മയില്ലേ നമ്മുടെ പ്രധാനമന്ത്രി മേരാ പ്യാര ദേശവാസിയോമിനോട് നടത്തിയ ഒരു പ്രഖ്യാപനം? അതായത് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ പിൻവലിക്കുന്നു. അത് കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ നോട്ട് നിരോധനം വിജയിക്കുന്നില്ലെങ്കിൽ, ഏതാണ്ട് 50 ദിവസത്തിനകമോ 100 ദിവസത്തിനകമോ വിജയിക്കുന്നില്ലെങ്കിൽ എന്നെ കത്തിച്ചോളാനും അദ്ദേഹം പറഞ്ഞായിരുന്നു. എന്താണെങ്കിലും അതിനെ തുടർന്ന് രാജ്യത്തുണ്ടായ കാര്യങ്ങൾ നമ്മളാരും മറന്നിട്ടില്ല. പരിഭ്രാന്തരായ ജനം നോട്ട് മാറാൻ വേണ്ടി ഓടി നടന്ന കാര്യങ്ങൾ, അതാണ് ഈ ട്രെയിലറിന്റെ ആദ്യ ഷോട്ടുകളിലുള്ളത്. പിന്നെ GST നിരോധനം. അപ്പൊ അതിനിടയ്ക്ക് ഒരു പ്രൈസ് ലിസ്റ്റ് കണ്ടു ഈ ട്രെയിലറിനിടയ്ക്ക്. അതിങ്ങനെയാണ്, അതിലൊരു വിലവിവര പട്ടിക എന്ന് പറയുന്നത് 2014 ഏപ്രിൽ 2-ാം തീയതിയിലാണ്. അന്ന് വിദേശ വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില $105.56. അന്ന് പെട്രോള് 72.44 രൂപയ്ക്കും ഡീസൽ 55.49 രൂപയ്ക്കുമാണ് ഇന്ത്യയിൽ വിറ്റിരുന്നത്. അടുത്ത വിലവിവര പട്ടിക 2024 ഏപ്രിൽ 2-ലേതാണ്. അന്ന് ക്രൂഡ് ഓയിലിന്റെ വില $86.44. അതായത് 2014-നേക്കാൾ ഏതാണ്ട് $20 കുറവാണ്. അപ്പൊ പെട്രോളിന്റെ വിലയോ 107.41 രൂപ. ഡീസലിന്റെ വിലയാവട്ടെ 95.65 രൂപ. 2014 ഈ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ പെട്രോളും ഡീസലും വിൽക്കുമ്പോൾ മൻമോഹൻ സിംഗ് ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. അന്ന് മോഡി മൻമോഹൻ സിംഗിനെ വിളിച്ചത് പാഴ്വസ്തു എന്നാണ്. വർഷം തോറും 2 കോടി പുതിയ തൊഴിലുകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ട്രെയിലർ ആരംഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ട്രെയിലർ അവസാനിക്കുമ്പോൾ ഏതാണ്ട് 20 കോടി പുതിയ തൊഴിലുകൾ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ എന്താ നമ്മുടെ ഇവിടെ തൊഴിലിന്റെയോ തൊഴിലില്ലായ്മയുടെ അവസ്ഥ? തൊഴിലില്ലായ്മ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു ഉയർന്ന നിലയിൽ നിൽക്കുക. 8.1% തൊഴിലില്ലായ്മ നിരക്ക്. അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഏറ്റവും ഉയർന്ന കുറ്റകൃത്യങ്ങളുടെ കണക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കർഷകർക്ക് 2022 ആകുമ്പോഴേക്കും അവരുടെ വരുമാനം ഇരട്ടിയാക്കും എന്ന് മോദി ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിരുന്നു. അത് നടന്നില്ല, അതിന്റെ പകുതി പോലും എത്താൻ സാധിച്ചില്ല. പക്ഷെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പറയുന്നത് 2014-22 കാലത്ത് കടഭാരം മൂലം 1,474 കർഷകർ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇതൊക്കെ ഈ ട്രെയിലർ കാലത്ത് നടന്ന പൊടിപൂരങ്ങളാണ്. ഏറ്റവും കൂടുതൽ വിശക്കുന്നവർ ഉള്ള രാജ്യങ്ങളുടെ ഒരു സൂചികയുണ്ട്, ഒരു ലോക സൂചിക. അതില് നമുക്ക് അത്ര മോശമല്ലാത്ത സ്ഥാനമാണുള്ളത്. 131 രാജ്യങ്ങളിൽ 111ാമത്തെ രാജ്യമാണ് നമ്മളുടേത്. സന്തോഷം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 136 രാജ്യങ്ങളിൽ 126ാമത്തേതാണ്. പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ 180-ൽ 161ാമത്തെ സ്ഥാനം. ഞാൻ ഈ ചുരുക്കി പറഞ്ഞത്, ഈ ട്രെയിലർ കാലത്ത് നമ്മുടെ രാജ്യം ഇങ്ങനെയായിരുന്നു, നമ്മുടെ പെർഫോമൻസ് ഇങ്ങനെയായിരുന്നു. ഇനി റിയൽ സിനിമ വരുമ്പോൾ, ഒറിജിനൽ സിനിമ വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതാലോചിച്ചപ്പോഴാണ് വാസ്തവത്തിൽ അത്ഭുതമോ അല്ലെങ്കിൽ ഞെട്ടലോ ഒക്കെ ഉണ്ടായത്. ഈ
തെരഞ്ഞെടുപ്പ് കാലമായപ്പോഴും അതിനു മുമ്പൊക്കെ കോൺഗ്രസ്സുകാരന്മാരും ഇടതുപക്ഷക്കാരും ഒക്കെ പറയുന്നുണ്ട്, ഇനി മോഡി ജയിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ യഥാർത്ഥ സിനിമയെപ്പറ്റി അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രവചനം കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ ഇനി സംഭവിക്കാൻ പോവുക, മോഡി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ, BJP വീണ്ടും ഒരു സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഞെട്ടലോടുകൂടി മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നമുക്ക് ബുള്ളറ്റ് ട്രെയിൻ വരികയാണ്. ഇതിപ്പോ അഹമ്മദാബാദിൽ നിന്ന് മുംബൈ വരെ അതിനുള്ള പണികളൊക്കെ ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു, ട്രാക്കൊക്കെ ശരിയായി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇനി നമുക്കും വരിക തെക്കേ ഇന്ത്യയിലേക്ക്, കിഴക്കേ ഇന്ത്യയിലേക്ക്, ഉത്തരേന്ത്യയിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ വരിക. അതാണ് സത്യം പറഞ്ഞാൽ ട്രെയിൻ വഴിയാണ് നമ്മളുടെ വികസനം സംഭവിക്കുന്നത്. കേരളത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ ഈ വന്ദേ ഭാരത് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണെന്നാണ് പറയുന്നത്. ആ ട്രെയിൻ വന്നതാണ് ഏറ്റവും വലിയൊരു വികസന പ്രവർത്തനമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പണ്ട് ഈ ശതാബ്ദി ഉണ്ടായിരുന്നു, ജനശതാബ്ദി ഉണ്ടായിരുന്നു, രാജധാനിയാണ്, അതൊക്കെ വെറും അശുക്കളാ. വന്ദേ ഭാരത് വന്നു കഴിഞ്ഞു, നമുക്ക് ഇനി വരാൻ പോകുന്നത് ബുള്ളറ്റാണ്. അതിനുള്ള ഒരു സർവേ ഒക്കെ ഇപ്പൊ നടക്കാൻ പോവാ. നമ്മുടെ പാവപ്പെട്ട പിണറായി വിജയൻ ഒരു കേരയിൽ കൊണ്ടുവരാൻ നോക്കിയിട്ട് സമ്മതിക്കാത്ത പാർട്ടികളാണ്. അവരേതായാലും ഇപ്പോ ബുള്ളറ്റ് ട്രെയിനുമായിട്ട് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. MP ഗോവിന്ദൻ മാഷയുടെ ഈ അപ്പം വിൽക്കാൻ പോകുന്ന സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് കേരയിലില്ലെങ്കിലും ഇനി നമുക്ക് ബുള്ളറ്റ് ട്രെയിനിൽ കയറി യാത്ര ചെയ്യാം. നമ്മുടെ പ്രധാനമന്ത്രി മോദിജിക്ക് അദ്ദേഹത്തെ കുറിച്ച് തന്നെ നല്ല അഭിപ്രായമാണുള്ളത്. പ്രസംഗത്തിലുടനീളം മോദിയുടെ ഗവൺമെന്റ്, മോദി ഗ്യാരണ്ടി, മോദി അങ്ങനെ പറയുന്നു, മോദി ഇങ്ങനെ പറയുന്നു, ഏതാണ്ട് നമ്മൾ പുട്ടിന് തേങ്ങാപ്പീര ചേർക്കുന്നത് പോലെ മോദി അങ്ങനെ വന്നും പോയിക്കൊണ്ടിരുന്നു. മോദിജിയുടെ പ്രസംഗം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാനിത് പറയുമ്പോഴോ പണ്ടൊരു റിപ്പബ്ലിക് ഡേ പരേഡിന്റെ ദിവസം മോദിജി ഒരു സൂട്ട് ഇട്ടുകൊണ്ട് വന്നതൊന്നും ആരും ഓർക്കരുത്. സ്വർണ്ണ നൂൽ കൊണ്ട് മോദി 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 എന്ന് എഴുതി പിടിപ്പിച്ച ഒരു സൂട്ട് ഇട്ടുകൊണ്ട് വന്ന പഴയ കഥയൊന്നും ആരും ഓർക്കരുത്. അതൊക്കെ ഒരുതരം അഹങ്കാരമാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പോ അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞത് ഈ കരുവന്നൂർ അദ്ദേഹം എടുത്തിട്ടു. നമ്മുടെ കരുവന്നൂർ ബാങ്ക് കൊള്ള, സഹകരണ ബാങ്ക് തട്ടിപ്പ് നന്നായിട്ട് പിണറായി വിജയനും CPM-നും അദ്ദേഹം കൊടുത്തു. ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചു കോടിക്കണക്കിന് രൂപ പറ്റിച്ചെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ സേവകനായ മോദി ഈ പണം മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കുന്നംകുളത്താണ് പ്രസംഗിച്ചത്. അത് ഈ നമ്മുടെ കരുവന്നൂർ ബാങ്കിന്റെ ഒരു വൃഷ്ടിപ്രദേശമായതുകൊണ്ടാണ് അതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞതെന്ന് തോന്നുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, 90 കോടി രൂപയോളം, അതായത് തട്ടിയെടുത്തതിൽ 90 കോടി രൂപയോളം ED കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതെങ്ങനെ പണം നഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, പക്ഷേ 90 അല്ല സർ, എത്ര കോടിയാണെന്ന് ഇതുവരെ കണക്കാക്കിയിട്ട് പോലുമില്ല. അതിനേക്കാൾ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി കോടികളാണ് ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദയവേത് അന്വേഷണം ഇവിടെയെങ്കിലും നിർത്തരുത്, ഈ 90 നിർത്തരുത്. ഈ നഷ്ടപ്പെട്ട ജനങ്ങളുടെ സേവകനായ മോദിജി അക്കാര്യത്തിലൊരു പ്രത്യേക താല്പര്യമെടുക്കുകയും അത് കൃത്യമായിട്ട് അന്വേഷിക്കുകയും ആ പണം കണ്ടെത്തി ED ഏൽപ്പിച്ചാൽ മതി, അവർ ചെയ്തോളും. അത് കണ്ടെത്തി ഈ പണം നഷ്ടപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. ഇടയ്ക്ക് SFIയെയും അദ്ദേഹം തോണ്ടി. അതായത് പല കലാലയങ്ങളും സുരക്ഷിതമല്ല, നമ്മുടെ കുട്ടികൾക്ക് ജീവനിൽ ഭയമില്ലാതെ അവിടെ പോയി പഠിക്കാൻ പറ്റുന്നില്ല. അത് ഈ പൂക്കോട് വെറ്ററിനറി കോളേജ് പോലെ ചില കോളേജുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതാ. അങ്ങനെ CPM-നും സർക്കാരിനും പിണറായിക്കും കോൺഗ്രസിനും ഒക്കെ നല്ല നല്ല തട്ടുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അന്തർധാര ഇല്ലാതായി എന്നൊന്നും ആരും കരുതുകയോ ആശ്വാസം കൊള്ളുകയോ ചെയ്തിട്ട് കാര്യമില്ല. അന്തർധാരയൊക്കെ അങ്ങനെ അവിടെ നിൽക്കും. ഇനിയും ഞങ്ങൾ ലാവ്ലിൻ കേസ് നീട്ടി വെച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിന് പ്രസംഗിക്കാൻ വരുമ്പം നമുക്കിതൊന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് രാഹുൽ ഗാന്ധിയും നല്ലപോലെ മോദിജി ഒന്ന് പിടികൂടി. അതായത് സ്വന്തം നാട്ടില് അമേഠിയിൽ മത്സരിക്കാതെ ഇവിടെ വന്ന് വയനാട്ടിൽ മത്സരിക്കുന്നതിനെ കുറിച്ചായിരുന്നു പരാമർശം.
പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ട് എന്തോ ഒരു കല്ലുകടി തോന്നി. നമുക്ക് അമേഠിയിൽ അദ്ദേഹം മത്സരിക്കാതിരിക്കുന്നത് നമുക്ക് പരിഹസിക്കാം, അല്ലെങ്കിൽ വിമർശിക്കാം. അതൊക്കെ നമുക്ക് രാഷ്ട്രീയമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ സഹായത്തോടെ അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായിട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അവിടെ ആരാണ് നിരോധിക്കപ്പെട്ട സംഘടന? ഇനി SDPI കുറിച്ചാണോ? SDPI കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് കോൺഗ്രസ് ചോദിച്ചതല്ല, UDF ചോദിച്ചതല്ല. SDPI തന്നെ പറഞ്ഞു, ചോദിച്ചിട്ടല്ല, ഞങ്ങളുടെ തീരുമാനമാണ്. മാത്രമല്ല കോൺഗ്രസ് നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവന, അവിടെയാണ് ഒരു ലേശം കല്ലുകടി അനുഭവപ്പെടുന്നത്.